വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിതയാകുന്ന സ്വർഗ്ഗപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ തക്കവണ്ണം അങ്ങ് ഈ ശുശ്രൂഷയിലൂടെ അങ്ങ് സഹായിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനം പ്രഘോഷിപ്പാൻ ബലഹീന നടിയനെയും അങ്ങ് കൃപ തരണം അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എൻ്റെ മക്കളെ ഓരോരുത്തരെയും ബലഹീന നടിയനെയും ഈ കേൾക്കുന്ന വചനം അനുഗ്രഹത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം കൂടെ ഇരിക്കുകയും തിരുനാമം മഹത്വപ്പെടുവാൻ ഞങ്ങളുടെ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 1 പത്രോസ് 4 അധ്യായം 17 തിരുവചനം. എപ്പിസൽ ഓഫ് സെയിൻറ്റ് പീറ്റർ ചാപ്റ്റർ 4 വേഴ്സ് 17. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതം കഴിഞ്ഞ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. അവിടെ ഒരു ന്യായവിധി നാം ഓരോരുത്തരും നേരിടേണ്ടവരാണ് എന്ന് നമുക്ക് അറിയാം. ആ വിധിയിൽ, ന്യായവിധിയിൽ ആണ് നല്ലവരെ വലതു ഭാഗത്തും മോശം ജീവിതം നയിച്ചവരെ ഇടതു ഭാഗത്ത് നിർത്തുന്നതിനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളത്. ആ ന്യായവിധിയിൽ വേർതിരിവിൻ്റേതാകുന്ന അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിൻ്റേതാകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. അപ്പോൾ എന്താണ് ഈ ലോക ജീവിതയാത്രയിൽ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്? തിരുവചനം നാം പഠിക്കുമ്പോൾ പാപം ചെയ്യാത്ത മനുഷ്യനില്ല, എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു, പാപം ഇല്ല എന്ന് പറഞ്ഞാൽ നാം വ്യാജം പറയുന്നു എന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ തൊക്കെ കഴിയും. അപ്പോൾ മനുഷ്യൻ പാപിയാണ്, പാപം അവൻ സ്വയച്ഛമായിട്ട് ചെയ്യുവാൻ ഉള്ള പ്രവണത അവനിലുണ്ട്. പിന്നെ എങ്ങനെ ഈ ന്യായവിധിയിൽ നല്ലവരുടെ ഭാഗത്ത് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും? ഇവിടെ ഈ തിരുവചനത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പത്രോസ് ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അപ്പോൾ സുവിശേഷം എന്നുള്ളത് എന്താണ്? നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ 4 പുസ്തകങ്ങൾ സുവിശേഷം, വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയ സുവിശേഷങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 4 സുവിശേഷം. ആ 4 സുവിശേഷവും എന്താണ് പ്രതിപാദിക്കുന്നത്? യേശുവിൻ്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ 4 പുസ്തകങ്ങളെ സുവിശേഷങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, യേശു മനുഷ്യന് വേണ്ടി, നമുക്ക് വേണ്ടി അവൻ ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്തതും, നമുക്ക് വേണ്ടി അവൻ മരിച്ചതും, അവൻ ഉയർത്തെഴുന്നേൽത്തതും, അവൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കായി മധ്യസ്ഥ ചെയ്യുന്നതും, വീണ്ടും അവൻ വരും, ഒരു ന്യായവിധി ഉണ്ടാകുമെന്ന് അറിയിക്കുന്ന വേദഭാഗങ്ങൾ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ബുക്കുകളെ നാം സുവിശേഷം എന്ന് വിളിക്കുകയാണ്. ഈ സുവിശേഷമാണ് ലോകമെമ്പാടും നിങ്ങൾ പോയി പ്രഘോഷിക്കണം എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അവസാന നാളുകളിൽ പറയുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 15 തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. മഹത്തായ പ്രേഷിത ദൗത്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഭാഗത്ത് നാം വായിക്കുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 15 തിരുവചനം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എന്താണ് സുവിശേഷം? കർത്താവിനെക്കുറിച്ച്, കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും കർത്താവ് നമുക്ക് രക്ഷയുടെ
ആ വലിയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പാൻ അവൻ്റെ കുരിശുമരണം മുഖാന്തരമൊരുക്കിയുമെന്നുള്ള സുവിശേഷം മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ ശിഷ്യന്മാരോട് പറയുകയാണ്. ഈ ഒരു വലിയ ദൗത്യമാണ് ക്രൈസ്തവരായിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും ദൈവം നൽകിയിരിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അവൻ ആ നല്ല വിശേഷം നമുക്കായി നൽകിയ നല്ല സമ്മാനം അത് നാം സ്വീകരിക്കുകയും അതിന് മറ്റുള്ളവരെ അർഹരാക്കി തീർക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ലോക ജീവിതത്തിൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. നാം ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ വ്യക്തിയും മരിക്കേണ്ടവരാണ്. എന്നാൽ ഈ ലോക ജീവിതം നാം ആ സുവിശേഷമുള്ളവരായി എന്ന് പറയുമ്പോൾ സുവിശേഷം പ്രഘോഷിക്കുന്നവരായി മാത്രമല്ല, യേശുവിനെ നമ്മളിലൂടെ മറ്റുള്ളവർ കാണുവാനുള്ള ജീവിതം നയിക്കുന്നവരായി നാം കഴിയുമ്പോഴാണ് ഈ ന്യായവിധിയിൽ നാം അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ കോണം കഴിയുന്നത്. ഇനി നാം വായിച്ച തിരുവചനത്തിലേക്ക് വരുമ്പോൾ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയമായല്ലോ. ദൈവഗ്രഹത്തിൽ എന്ന് പറയുമ്പോൾ ഇതെവിടെയാണ് ആരംഭിക്കുന്നത്? ഈ ന്യായവിധി വിശ്വാസികളുടെ ജീവിതത്തിലാണ്. എന്തെന്നാൽ വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരങ്ങൾ, അനുഗ്രഹങ്ങൾ ദൈവം കൂടുതൽ നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാനുള്ള വരം അവന് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇത് ക്രൈസ്തവരിൽ പോലും നല്ല ശതമാനം ആളുകളും ദൈവവചനത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. ദൈവവചനം അവർക്ക് മറ്റെന്തെങ്കിലും ഒരു കഥാപുസ്തകം പോലെ അവർ കാണുന്നു. അതിലുപരിയായി വചനത്തിന് ജീവിതത്തിൽ വലിയ സ്ഥാനം അനേകർ നൽകാറില്ല. എന്നാൽ ദൈവവചനം ദൈവത്തിൻ്റെ വചനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ആ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ അവന് കഴിയുമ്പോഴാണ് ന്യായവിധിയിൽ അവന് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ തൊക്കണം കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതുകൊണ്ടായില്ല, കേൾക്കുന്നത് കൊണ്ടുമായില്ല. പിന്നെ ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും. അപ്പോൾ വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ ആ വചനം അനുസരിക്കുവാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മളിലൂടെ യേശുവിനെ മറ്റുള്ളവർ കാണുവാൻ കഴിയുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ കരങ്ങളായി, കാതുകളായി, ശബ്ദമായി, കാലുകളായി നാം തീരുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് നമ്മളിലൂടെ ഒഴുകുവാൻ തൊക്കണം കഴിയും. കർത്താവ് ഇതിനെക്കുറിച്ചൊക്കെയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. യേശു താൻ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ, എന്നെ പ്രതിദാനം ചെയ്യുന്ന, എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ ശിഷ്യന്മാർ എന്ന് അഭിമാനിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമാണ്. യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ് എന്നൊക്കെയും കർത്താവ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്ത് നിങ്ങളെ തന്നെ വഞ്ചിക്കാതെ അത് പ്രാവർത്തികമാക്കുന്നവരുമായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ നാം വചനം വായിക്കുന്നവരാണ്, കേൾക്കുന്നവരാണ്, പക്ഷെ എത്രത്തോളം അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. പ്രാവർത്തികമാക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്കത് ചെയ്യുവാൻ കഴിയാത്തത്? നമുക്ക് നമ്മുടേതാകുന്ന പ്ലാനുകളും പദ്ധതികളും പലപ്പോഴും ദൈവവചനത്തെ അനുസരിക്കുവാൻ തടസ്സങ്ങളായിട്ട് നിൽക്കും. തെറ്റെന്ന് പറയുന്ന, ദൈവത്തിൻ്റെ വചനം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? നാം പലപ്പോഴും ലോകവുമായിട്ട് നമ്മെ താരതമ്യപ്പെടുത്തും. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എല്ലാവരും പറയുന്ന കാര്യമാണ് എന്നൊക്കെയും പറഞ്ഞ് അത് സാരമില്ല എന്ന് പറഞ്ഞ് പാപത്തെ നാം സാധൂകരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ ദൈവവചനത്തെ അനുസരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവവചനം തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നീതിയിലുള്ള അഭ്യസനത്തിനും തെറ്റുതിരുത്തലിനും ശാസനയ്ക്കും ദൈവത്തിൻ്റെ വചനം മുഖാന്തരം ഒരുക്കപ്പെടുകയാണ്. ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വന്തം താല്പര്യങ്ങളെയൊക്കെ ഉപരിയായി ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്താഗ്രഹിക്കുന്നു
അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയുള്ളവരായി ആ നല്ല സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു വലിയ ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം നാം അവിടെ വായിക്കുകയാണ്. 18-ാം അധ്യായം 48-ാമത്തെ തിരുവചനം. അറിവില്ലായ്മയാൽ അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറച്ച് അടികൊള്ളും, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. എല്ലാ തലങ്ങളിലും നമുക്ക് ദൈവം തരുന്ന കാര്യങ്ങൾക്ക് നാം ഉത്തരവാദിത്വമുള്ളവരാണ്. അത് പണമായിരുന്നാലും ദൈവത്തെ അറിയുവാനുള്ള അവസരങ്ങളായിരുന്നാലും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ആനുപാതികമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിൻ്റെ കണക്കുകൾ നാം കൊടുക്കേണ്ടവരാണ്. അധികം ലഭിച്ചവർ ആ പണം എങ്ങനെ വിനിയോഗിക്കണം, അതോടൊപ്പം തന്നെ ദൈവത്തെ അറിയുവാൻ നമുക്ക് അവസരങ്ങൾ ലഭിച്ച് ദൈവകൃപ അനുഭവമാക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ എന്താണ് നാം അതിൽ കൂടുതൽ നാം കേൾക്കുന്ന ഓരോ വചനവും അത് നമ്മെ ന്യായം വിധിക്കും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേൾക്കുന്ന വചനം നാം കേട്ടിട്ട് അത് പ്രാവർത്തികമാക്കാതെ അത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാതെ നാം ജീവിക്കുകയാണെങ്കിൽ, നമ്മുടെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നാം ഈ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും കണക്കുകൾ ബോധിപ്പിക്കണം. അതുകൊണ്ടാണ് ഇവിടെ നാം വായിക്കുന്നത്, അറിവില്ലായ്മയാൽ അടിക്ക് യോഗ്യമായത് ചെയ്തവനെ കുറച്ചടി കിട്ടും. അറിവില്ല, യേശുവിനെ അറിഞ്ഞിട്ടില്ല, ദൈവകൃപ അനുഭവമാക്കിയിട്ടില്ല, പക്ഷെ അവനും ഉണ്ട് ശിക്ഷ. ആ ശിക്ഷ പറയുകയാണ്, കുറച്ച് അടികൊള്ളും, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും കേൾക്കുവാനും ധ്യാനിക്കുവാനൊക്കെയുമുള്ള അവസരങ്ങൾ ഏറെയുള്ള ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവവചനം ഇതുപോലെ സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുവാനുള്ള എല്ലാ മുഖാന്തരങ്ങളുമുണ്ട്. നമുക്ക് ഈവൻ നമ്മുടെ ഫോണിൽ കൂടെ പോലും ബൈബിൾ ആപ്പ് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ വചനം വായിക്കുവാനുള്ള സാഹചര്യങ്ങളും കേൾക്കുവാനുള്ള സാഹചര്യങ്ങളും ധ്യാനിക്കുവാനുള്ള സാഹചര്യങ്ങളും ഏറെ ഉള്ള ഒരു കാലയളവിൽ നാം ജീവിക്കുമ്പോൾ ഈ കേൾക്കുന്ന, വായിക്കുന്ന, ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ വചനം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നു. ആ പ്രാവർത്തികമാക്കുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ തക്കോണം കഴിയുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നാം വായിച്ച തിരുവചനത്തിൽ ദൈവഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയമല്ല, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം കേട്ടിട്ട് അനുസരിക്കുന്നില്ല എങ്കിൽ ന്യായവിധിയിൽ നമുക്ക് ലഭിക്കുന്ന ശിക്ഷ വളരെ വലുതാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ദൈവം നീതിമാനാകുന്ന ദൈവമാണ്. ഇത് നാം പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കുവാൻ കഴിയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലത്ത് ഭയഭക്തിയോടെ ജീവിക്കുവിൻ. മുഖപക്ഷം കൂടാതെ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. കാരണം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത്. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു പക്ഷപാതം ദൈവത്തിനില്ല. അപ്പോൾ എല്ലാ മനുഷ്യനെയും ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് നാം ഇവിടെ വായിക്കുകയാണ്, മുഖപക്ഷം കൂടാതെ. മുഖപക്ഷം ആര് ആണെന്ന് നോക്കാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നു. അപ്പോൾ പ്രവൃത്തിയാണ് നമ്മളെ ന്യായം. നമ്മുടെ ഈ ഭൂമിയിൽ നാം താഴെ വായിക്കുകയാണ്, നിങ്ങളുടെ പ്രവാസകാലത്ത് ഭയഭക്തിയോടെ ജീവിക്കും. അപ്പോൾ ഈ ഭൂമിയിലുള്ള നമ്മുടെ വാസം ഒരു പ്രവാസമാണ്. പ്രവാസവാസത്തിലാണ് നാം ഓരോരുത്തരും. അതെത്ര വയസ്സായിരുന്നാലും ഈ പ്രവാസകാലത്ത് നാം എങ്ങനെ ജീവിക്കുന്നു, നാം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന് ഉള്ള പ്രതിഫലമാണ് ന്യായവിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലത്ത് ഭയഭക്തിയോടെ ജീവിക്കുവിൻ. ദൈവത്തിലുള്ള ഭയമുണ്ടാകുമ്പോൾ, ദൈവത്തിൻ്റെ വചനം
ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് വിശ്വസിക്കുമ്പോൾ ആ വചനത്തെ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയും. തെറ്റുകളിലേക്ക് പോകാതിരിക്കുവാൻ കഴിയും. വാക്കുകൾ നാം സംസാരിക്കുമ്പോൾ വളരെ കരുതലോടെ ആ വാക്കുകൾ ഉപയുക്തമാക്കുവാൻ തക്കവണ്ണം കഴിയും. കാരണം വാക്കുകൾക്ക് വലിയ ശക്തിയാണ്. വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ മുറിപ്പെടുത്തുവാനും എന്നാൽ വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയും. അപ്പോൾ നാം എങ്ങനെയാണ് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കാറുള്ളത്? നാം പെട്ടെന്ന് വരുന്ന അരിശം കൊണ്ട്, പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ചിന്തിക്കാതെ നാം ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് മറ്റുള്ള വ്യക്തിയെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടായാൽ അതിന് പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കണക്കുകൾ ബോധിപ്പിക്കണം. കർത്താവ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ബോധിപ്പിക്കുന്നു. കുറ്റം വിധിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ വിധിക്കുവാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തിരുവചനം നാം പഠിക്കുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതയാത്ര വാസ്തവത്തിൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് നാം മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക്, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ എന്ത് വില കൊടുത്തും അതനുസരിക്കുവാൻ തക്കവണ്ണം കഴിയും. ആ അനുസരണമാണ് ആ വ്യക്തിയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവനായിത്തീരുന്നത്. ആ അനുസരണത്തിലൂടെയാണ് ആ വ്യക്തിയെ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നത്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ നാം ഓരോരുത്തരും വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധ്യമാകുന്നത് ദൈവവചനം നാം അനുസരിക്കുമ്പോഴാണ്. അപ്രകാരം മാത്രമേ നമുക്ക്, കാരണം വിശുദ്ധി എന്നുള്ളത് എങ്ങനെയാണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ് നമ്മെ വിശുദ്ധീകരിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെയും വീഴ്ചകളെയും കുറവുകളെയും നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ തെറ്റുകൾ എന്തെന്ന് പറഞ്ഞു തരുവാൻ കഴിയുകയില്ല. അങ്ങനെ പറഞ്ഞാൽ പോലും അത് നാം അനുസരിക്കണമെന്ന് നിർബന്ധമായി. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മോട് പാപത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തും, നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും, ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൽ രചിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം, ആ വചനം അനുസരിച്ച് ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെടുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുകയാണ്, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വിശാലവും ആകുന്നു, അനേകർ അതിലൂടെ കടക്കുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതാകുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അപ്പോൾ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഈ ലോക ജീവിതയാത്രയിൽ നമുക്ക് ഇടുങ്ങിയ വാതിലൂടെ സഞ്ചരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഭൂരിഭാഗവും ആളുകൾ ഇത് നമ്മോടൊപ്പം കാണുകയില്ല. ഒരു ചുരുങ്ങിയ സമൂഹം മാത്രമായിരിക്കും ആ വചനത്തിൽ അധിഷ്ഠിതമായി വചനത്തെ അനുസരിച്ച് ജീവിക്കുകയും അനുഗ്രഹത്തിലേക്ക് ജീവനിലേക്ക് പ്രവേശിക്കുകയും കഴിയുന്നു. കാരണം ഇടുങ്ങിയ വാതിലൂടെ പോകുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. വീതിയുള്ള വാതിലൂടെ എന്ന് പറയുമ്പോൾ അത് വിശാലമാണ്, അത് സന്തോഷമാണ്, അത് ലോകത്തിൻ്റേതാകുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്രകാരം പോകുവാനാണ് അനേകർ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ അനേകർക്ക് കഴിയാറില്ല. ഒരു കൊച്ചുദാഹരണം പറഞ്ഞാൽ, മദ്യപാനം പാപമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നാണ് കർത്താവ് മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം തന്നെ നാം എടുത്ത് വളച്ചൊടിച്ച് പല രീതിയിൽ ആ മദ്യപാനി ആയാലേ പ്രശ്നമുള്ളൂ, അല്പം മദ്യം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയും പറഞ്ഞ് നമ്മുടെ സൗകര്യപ്രകാരം നാം അതിനെ ആ വചനത്തെ വളച്ചൊടിച്ച് ആ മദ്യം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ്. ദൈവത്തിൻ്റെ വചനത്തെ അല്ല നാം അനുസരിക്കുന്നത്. പിന്നെ നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നാം അതെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ദൈവവചനാധിഷ്ഠിതമായ ഒരു ജീവിതമല്ല. ചില വ്യക്തികളെ കാണാൻ മദ്യം ഉപയോഗിക്കുകയില്ല അല്ലെങ്കിൽ കുടിക്കുകയില്ല, പാപമാണെന്ന് പറയും. പക്ഷേ മദ്യശാല, അതൊരു പക്ഷേ ഗ്യാസ് സ്റ്റേഷനാകാം, പെട്രോൾ ബാങ്ക് ആകാം, അവിടെയൊക്കെ മദ്യം വിൽക്കുന്ന, അപ്പോൾ പണത്തിന് വേണ്ടി അത് ചെയ്യാം, പണമുണ്ടാക്കുന്നതിന് വേണ്ടി ഈവൻ മദ്യശാല പോലും നടത്തുന്ന ക്രൈസ്തവരെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ എന്താണ്? നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവവചനത്തെ വളച്ചൊടിക്കുകയാണ്. അത് കുഴപ്പമില്ല, കാരണം അത് ഞാൻ കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നില്ല, എൻ്റെ ജോലിക്കാരാണ് കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞ്
ഒരു പക്ഷേ അവിടെ എക്സ്ക്യൂസ് കണ്ടെത്താം. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ വിശുദ്ധമായിരിക്കുന്നത് ആകുന്നത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ തെറ്റെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതാണ്. ഒരുപക്ഷെ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന പോലെ പണം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നിരിക്കും. പക്ഷേ പണത്തേക്കാൾ ഉപരിയായ വിലയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനുള്ളത്. ഈ ലോകത്തിൽ നാം 70, 80, 100 വയസ്സ് ജീവിച്ചിരുന്നാൽ അതിനേക്കാൾ ഒരു വലിയ കാലയളവ്, എന്നും ജീവിക്കുന്ന ഒരു കാലയളവ് ഈ മരണാനന്തരം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനും ആ സന്തോഷത്തിലായിരിക്കുവാനും നമുക്ക് കഴിയുന്നത് ഈ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നാം മുമ്പോട്ട് നയിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം വായിച്ച തിരുവചനത്തിനോടനുബന്ധമായി പറയുകയാണ്, നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും സ്ഥിതി എന്താകും? നീതിമാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതി ഉള്ള വ്യക്തി എന്ന് കരുതുന്നവർ പോലും കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ അഭക്തൻ്റെയും ഈ പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഭയത്തിൽ ദൈവഭക്തിയിൽ ജീവിക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പാപം മനുഷ്യ സഹജമാണ്. പക്ഷേ പാപത്തെക്കുറിച്ച് അനുദപിച്ച് പാപം ചെയ്താൽ ആ പാപം ദൈവത്തെ ദുഃഖിപ്പിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ച് സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തൊക്കെ നമുക്ക് കഴിയും. തുറന്നു പറയുകയാണ്, അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടത സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിൽ ഭരമേൽപ്പിക്കട്ടെ. ദൈവേഷ്ടപ്രകാരം അത് കഷ്ടതയായിരിക്കാം, മറ്റാരും ഒരുപക്ഷെ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയില്ലായിരിക്കാം, നമ്മുടെ സുഹൃത്ത് ബന്ധുക്കൾ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആണ് പ്രാഗൽഭ്യം നേടേണ്ടത്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഒരു വ്യക്തി മുമ്പോട്ട് പോകുമ്പോഴാണ് അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപം ചെയ്തു പോയി, അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവം നമ്മെ സ്വീകരിക്കുകയില്ല എന്നുള്ളൊരു ഭയം പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും. നീ പാപിയാണ്, നിനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥാനമില്ല, അതുകൊണ്ട് ഞാൻ ഏതായാലും പാപം ചെയ്തു പോയി, അതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥാനമില്ല എന്ന് കരുതുന്ന വ്യക്തികളും ഒരുപക്ഷെ അനേകരുണ്ടാകാം. എന്നാൽ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നാം അവിടെ വായിക്കുകയാണ് 8 മുതലുള്ള തിരുവചനം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതായി. പാപമില്ല എന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാം. നാം ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പാപം ചെയ്യുന്നവരാണ്, ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരാണ്. എന്നാൽ അതിനുള്ള പ്രതിവിധിയാണ് യേശു. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ രക്ഷ എന്ന വലിയ സന്തോഷത്തിലേക്ക് നമ്മെ അവൻ കൊണ്ടുപോകാനായിട്ടാണ് നമുക്ക് വേണ്ടി അവൻ പാപിയായി തീർന്നത്. മറ്റുള്ളവർ അവനെ പാപിയായി മുദ്രകുത്തി ക്രൂശ് അവൻ സ്വയം ഏറ്റെടുത്തത് എൻ്റെയും നിങ്ങളുടെയും പാപമോചനത്തിന്. അപ്പോൾ അവനിൽ നാം വിശ്വസിക്കുമ്പോഴാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത യേശുവിൻ്റെ ക്രൂശ് മരണം, അവനിൽ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷ എന്ന ആ വലിയ സൗഭാഗ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഇവിടെ തുടർന്ന് നാം വായിക്കുകയാണ്, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഒരേ ഒരു കാര്യം മാത്രമേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം, ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കണം. അതിനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ആ അനുതാപത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന്, ഞാൻ പാപിയാണ്, ഞാൻ കുറവുള്ളവനാണ്, എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ എന്നോട് ക്ഷമിക്കണേ. വാസ്തവമായ ഒരു അനുതാപം നമുക്കുണ്ടാകണം, ചുമ്മാ ഒരു ഏറ്റുപറച്ചിലല്ല. അനുതാപം, അരുതാത്തത് ചെയ്തത് ഇതിനെക്കുറിച്ചുള്ള അനുതാപം. പാപം എന്ന് പറയുമ്പോൾ എന്താണ് പാപം? അതിൻ്റെ നിർവചനം തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു.
ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യുന്നതും ചെയ്യുവാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപമാണ്. അപ്പോൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം ചെയ്യാതെ വരുന്നതും ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപമാണ്. അപ്പോൾ ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുക, ആ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വാസ്തവമായ ഒരു അനുതാപത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ഏറ്റുപറയുന്നുവെങ്കിൽ, തിരുവചനം പറയുകയാണ്, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. തുറന്നു പറയുകയാണ്, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മിലില്ല. അപ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് പാപബോധമുണ്ടാകുന്നത്, നമ്മുടെ പാപങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. ഇവിടെ പറയുകയാണ്, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് എത്രയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ആ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് പാപബോധം നമുക്കുണ്ടാകുന്നത്. തെറ്റുകൾ ചെയ്താൽ ആ തെറ്റുകളെക്കുറിച്ചുള്ള അനുതാപം നമുക്കുണ്ടാകുന്നത്, ആ തെറ്റുകളെ ഏറ്റുപറയുവാൻ നമുക്ക് കഴിയുന്നത്. ആ ഏറ്റുപറച്ചിലാണ് അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുവാൻ തക്കവണ്ണം മുഖാന്തരം ഒരുക്കപ്പെടുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയമായല്ലോ, അതിൽ നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അതുകൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ നല്ല വചനം കേൾക്കുക മാത്രമല്ല, അത് കേട്ട് അനുസരിച്ച് ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.